ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് നവരാത്രിയുടെ 8ാം ദിവസമാണ്. ഇന്നാണ് നമ്മൾ പൂജ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട് ഭയങ്കരമായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തു കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്തു, നമ്മുടെ ഫാനൊക്കെ തുടയ്ക്കാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് തുടച്ച് വീടൊന്ന് വൃത്തിയാക്കി കേട്ടോ ഒന്നും കൂടെ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇനി നമുക്ക് ഒന്നും കൂടെ വിളക്കെല്ലാം കഴുകിയിട്ട് വേണം പൂജ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പേ രാവിലെ തന്നെ ശമ്പൂട്ടനെ എണീറ്റ് കുളിച്ച് ഫ്രഷായി വിളക്കൊക്കെ കൊളുത്തി നോർമലിയുള്ള പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു. നമ്മൾ ടി വിയിൽ കുറച്ച് നേരം കീർത്തനങ്ങളും നമ്മുടെ അഷ്ടോത്തരമൊക്കെ ഇട്ടു, പ്രാർത്ഥിച്ചു. അതിനുശേഷം കുഞ്ഞാവ് കുറച്ച് നേരം വന്നു. അവനൊരു ആപ്പിളൊക്കെ കഴിച്ചു, ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചത് മതി. പക്ഷേ ഉച്ചയ്ക്ക് ചപ്പാത്തിയും പനീറും വേണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു കേട്ടോ. കാരണം കുറേ ദിവസമായി പറയുന്നു എനിക്ക് ചപ്പാത്തിയും പനീറും ലഞ്ചായിട്ട് തരുമോ എന്നുള്ളത്. സ്കൂളിലായിരുന്നപ്പോൾ നമ്മൾ ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടുന്നതല്ലേ, അപ്പോൾ അവൻ ഉച്ചയ്ക്കല്ലേ അവിടെ നിന്ന് കഴിക്കുക, ഒരു 11:30-12 മണി സമയത്ത്. അപ്പം ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ. കുറച്ച് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ നോർമലി കുക്കിങ്ങൊക്കെ ചെയ്യുക. രസമല്ലേ? അപ്പം നമ്മുടെ സമയം പോകുന്നത് ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ സമയത്താണ് കേട്ടോ അമ്മ വിളിച്ചത്. അമ്മ വിളിച്ച് കുറേ നേരം സംസാരിച്ചു. മധുരയിൽ പോയ വിശേഷങ്ങൾ, അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ, തിരുപ്പുറം കൊണ്ടുവരത്ത് പോയ വിശേഷങ്ങൾ ഒക്കെ കുറേ നേരം സംസാരിച്ചു കേട്ടോ. അമ്മയും ചിറ്റയും വേറെ 8-9 പേരും കൂടിയാണ് കേട്ടോ പോയത്, അവരൊരു ടീമായിട്ട്. പക്ഷേ ട്രെയിനിലാണ് പോയത്. യാത്രയൊക്കെ സുഖമായിരുന്നു, ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. കാരണം അമ്മയില്ലേ, ഞാനും ചാച്ചിയൊന്നും ഇല്ലാതെ അങ്ങനെ പുറത്ത് പോകാറില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാച്ചി എവിടെയും പുറത്ത് പോകാറില്ല പൊതുവേ, അങ്ങനെ ഒറ്റയ്ക്ക് അമ്മ അങ്ങനെ പോകാറില്ല കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഒരു ദൂര സ്ഥലത്തേക്ക് അമ്മയും ചിറ്റയുടെ കൂടെയൊക്കെ പോകുന്നത്. ഇനി എന്തായാലും അമ്മയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനിയൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അമ്മയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ. അമ്മയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഞാൻ പനീർ കറിക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു കേട്ടോ. പിന്നെ കുക്കർ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ അത് വേണ്ടല്ലോ എന്ന് കരുതി അതും അങ്ങ് എടുത്ത് വെച്ചു. ചപ്പാത്തി വറുത്താനുള്ള കല്ലുകളൊക്കെ കഴുകി വെച്ചു. അങ്ങനെ ഇനി ഞാൻ എങ്ങനെയാണ് സിമ്പിളായിട്ട് ശംഭുവിനെ പറ്റിക്കുന്ന കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. കുറച്ച് കടുകെണ്ണയിലോട്ട് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടുക. അത് അരിഞ്ഞിടുമൊന്നും വേണ്ട കേട്ടോ, കാരണം ഇതെല്ലാം കൂടെ അവസാനം അരയ്ക്കാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അരിഞ്ഞിട്ടാലും പ്രശ്നമൊന്നുമില്ല, നല്ല തന്നെയാണ്. നമ്മുടെ മടി പ്രകാരവും പിന്നെ നമ്മൾ പ്രാക്ടിക്കലി ചിന്തിച്ചാൽ എല്ലാം അരിഞ്ഞ് കിട്ടുന്നതാണ്. അകത്തങ്ങനെ കുക്കാവേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ ഉള്ളിയും തക്കാളിയും സാധനങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം ഒന്ന് ഇട്ടിട്ട് വാട്ടിയെടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് 2 സാധനങ്ങളാണ് ഇല്ലാത്തത്. അതിനകത്ത് മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിയിലയാണ്. കാരണം മല്ലിയില എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പില്ല എന്ന് കരുതി ശംഭൂട്ടിന് ഇതിനകത്ത് ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളോ ഒന്നും ഇല്ല. ശംഭൂട്ടിന് ഇഷ്ടമുള്ള പോലെ അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഉള്ളത് പനീർ ബട്ടർ എൻ്റെ മസാലയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇത് ഇത്രയും ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒന്ന് ഒതുങ്ങി വന്നാൽ മതി. അതായത് നമ്മുടെ തക്കാളി ഒന്ന് അലിയുന്ന പരുവമാകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു കൂട്ടി തണുക്കാൻ വേണ്ടി വെക്കാം. പിന്നെ ഞാൻ ഈ ചട്ടിയാണ് മാക്സിമം ഉപയോഗിക്കുക. എനിക്കങ്ങനെ അലുമിനിയം ചീനച്ചട്ടികളോ പാത്രങ്ങളോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളോ ഒന്നുമില്ല. ഇരുമ്പിൻ്റെ ചട്ടിയും മണ്ണിൻ്റെ ചട്ടിയും മാത്രമേ ഉള്ളൂ. പേരിനൊരു അലുമിനിയത്തിൻ്റെ ചട്ടിയുണ്ട്, പിന്നെ ഒരു ദോശ പാനും ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് അലുമിനിയമോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കോ അങ്ങനെയൊന്നും ഇല്ല. അത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ജീരകം ഇടുക. ഇതിപ്പോൾ ഞാൻ ജീരകം കഴുകി ഇട്ടത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പൊട്ടിത്തെറിച്ചത്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ബട്ടർ, അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ പനീർ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് അരിച്ചൊഴിക്കാൻ അല്ല, സിൽക്കിയായിട്ട് വേണ്ടിയവർ അരിച്ചൊഴിക്കുക. എനിക്കത്ര സിൽക്കിയൊന്നും വേണമെന്നില്ല, കഴിച്ചാൽ പോരെ. അപ്പം പ്രസൻറ്റേഷൻ നോക്കുന്നവർക്ക് അത് ഓക്കെയാണ്, പക്ഷേ ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ കസൂരി മേത്തി കുറച്ചൊന്ന് ഇടുക. ഇതിപ്പോൾ അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ വിടാം കേട്ടോ, എങ്ങനെ വേണം ഇടാം. ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വേണമെങ്കിൽ വിടാം. അതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുക. അതാണ് നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ മല്ലിയില പറഞ്ഞ പോലെ അതുണ്ടെങ്കിൽ അടിപൊളിയാണ്, അതും കൂടി ഇട്ടിട്ട് ചെയ്യാം. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യം ഒന്ന് ഇടുക, പിന്നെ ഒന്ന് തിരിച്ചിടുക. മൂന്നാമത് തിരിച്ചിടുമ്പോഴത്തേക്ക് ചട്ടവും കൊണ്ടൊന്നും ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ പൊള്ളിച്ച് വരും. നമ്മൾ ഗ്യാസിൽ ഡയറക്റ്റ് വെച്ച് ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല, ഈ പൊടികളൊക്കെ ഗ്യാസിൻ്റെ ബർണറിനകത്ത് കയറിപ്പോയിട്ട് അതിൻ്റെ ഫ്ലെയിം അങ്ങ് ലൈറ്റ് ആവും. അത് കഴിഞ്ഞ് ഒന്നും കൂടെ ഇത് തട്ടി കൊടുക്കുക. പിന്നെ ഇത് തന്നെ റിപ്പീറ്റ്. ഈ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി വന്ന് നിൽക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ കളർ മാറുന്നത്. അപ്പോൾ എപ്പോഴും ലാസ്റ്റ് ചപ്പാത്തി പരത്തുന്ന ആൾ ശംഭൂട്ടനാണ് കേട്ടോ. അപ്പോൾ ആളവിടെ ചപ്പാത്തി പരത്താൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട്.
പിന്നെ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് കഴിക്കുമല്ലേ, അപ്പോൾ ചപ്പാത്തിയും പനീർ കറിയും കൂട്ടി അടിപൊളിയായിട്ട് ലഞ്ച് കഴിച്ചു. അപ്പം നമ്മളതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡെയിലി നമ്മൾ ഷോർട്ട് വീഡിയോയും ഇപ്പം കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. നവരാത്രി കഴിയുമ്പോഴത്തേക്കും മിക്കവാറും അത് നിൽക്കുമായിരിക്കും. അപ്പോൾ ശമ്പൂട്ടിന് ഭയങ്കര സന്തോഷമാണ് അവൻ പറയുന്ന കാര്യം ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ. സത്യം പറഞ്ഞാൽ എനിക്ക് അവൻ പറയുന്ന കാര്യം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പണി കുറവാണ് അധികം, പക്ഷേ വീഡിയോയിൽ കാണിക്കാനപ്പോൾ ഒന്നും കാണത്തില്ല, സിമ്പിളായിട്ടായിരിക്കും. അതിന് ശേഷം പിന്നെയും കുഞ്ഞാവ് വന്നു, കുറച്ച് നേരം അവളുടെ കൂടെ കളിച്ചിരുന്നു. പിന്നെ ഇതാ വിളക്കൊക്കെ കഴുകി ശമ്പൂട്ടൻ തന്നെ തുടയ്ക്കും കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ പറ്റുന്ന, ഇവനിപ്പോൾ വെറുതെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അധിക നേരവും ടി വിയും ഫോണും ഒക്കെ കണ്ടു തന്നെ ഇരിക്കുകയല്ലേ. ഞാൻ ഇതിലൊന്നും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആളല്ല കേട്ടോ. പക്ഷേ ഒരു 6 വയസ്സായ കുട്ടിക്ക് നമുക്ക് വീട്ടിൽ എന്തൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാം അതൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാറുമുണ്ട്. വീഡിയോയ്ക്ക് വേണ്ടിയല്ല, അല്ലാണ്ട് കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യിപ്പിക്കുമ്പം അതെന്തായാലും അവരുടെ ഫേസിൽ അത് കാണാൻ പറ്റും. ഇതിപ്പോൾ അവൻ്റെ ഡെയിലി റൊട്ടീനാണ്. അത്യാവശ്യം നമ്മുടെ വീട്ടിൽ വേണ്ടിയ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. അതൊരു കമ്പൽസറി പണിയായിട്ട് കൊടുക്കുമ്പോഴാണ് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരിക. ഇപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ വലിയ കുട്ടിയായി എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ അവൻ സന്തോഷത്തോടു കൂടി ചെയ്യും കേട്ടോ. അപ്പം പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ വെച്ച് വിളക്ക് കൊളുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇന്നത്തെ പ്രത്യേകത അറിയാലോ, നമ്മളിന്ന് പുസ്തകം പൂജ വെക്കേണ്ട ദിവസമാണ്. നമ്മൾ നാട്ടിലായിരുന്നപ്പോൾ അമ്പലത്തിലാണ് പൂജ വെക്കുക. വീടിന് നമ്മളെ തന്നെ അമ്പലം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പൂജ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തായാലും മെയിനായിട്ടുള്ള നമുക്ക് ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പുസ്തകം ബൈൻഡ് ചെയ്തിട്ട് നമ്മൾ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുന്നു, അമ്പലത്തിൽ പൂജ വെക്കുന്നു. ബാക്കി എല്ലാ പുസ്തകങ്ങളും പൂജാമുറിയിൽ വെക്കുന്നു. അത് വെച്ചിട്ട് ശമ്പൂട്ടൻ ഇവിടെ എല്ലാ പുസ്തകങ്ങളും നമ്മൾ വിളക്ക് കത്തിക്കുന്നിടത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പ്രത്യേകം പറഞ്ഞായിരുന്നു രാമായണവും മഹാഭാരതവും നമ്മുടെ എല്ലാ ബുക്കും വെക്കണം, ഗ്രന്ഥങ്ങളെല്ലാം വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എല്ലാ ഗ്രന്ഥങ്ങളും ബുക്കും എല്ലാം എടുത്ത് നമ്മൾ പൂജ വെച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രാർത്ഥിച്ച് ഈ പറഞ്ഞതുപോലെ ഡെയിലിയുള്ള രാവിലെയും വൈകിട്ടുമാണല്ലോ നമ്മൾ ടി വിയിലും വെച്ചിട്ടാണെങ്കിലും അല്ലാതെയൊക്കെ കീർത്തനങ്ങളും നാമങ്ങളും ഒക്കെ ജപിക്കുക. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഡിന്നറിൻ്റെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല, കാരണം ചപ്പാത്തിയും പനീറും തന്നെയാണ്. പിന്നെ അത്രേ ഉള്ളൂ, നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞു സിമ്പിളായിട്ട്. കുറേ നേരം കുഞ്ഞാവി ഉള്ളതുകൊണ്ട് ഇപ്പോൾ അവളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഈ സിമ്പിൾ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് നാളെ അടുത്ത ദിവസത്തെ വിശേഷമായിട്ട് കാണാം. ഹാപ്പി നവരാത്രി.